ഒരു ബുക്ക് ചെയ്ത് ഒരു ചേട്ടനായിരുന്നു, പക്ഷേ ചേട്ടനല്ല, മനസ്സിലായില്ലേ? നമ്മളിവിടെ വെറുതെ കമ്പനി വന്നാൽ അതായത് നമ്മൾ കുറച്ച് കൂടി നീങ്ങുന്നുണ്ടോ. നമ്മൾ അമേരിക്കക്കാരിയും തോന്നുന്നുണ്ട്. പുള്ളി വണ്ടി കയറി ദിസ് ഈസ് മാനുവൽ കാർ, ദിസ് ഈസ് വെരി നൈസ്, യു ആർ ഡ്രൈവിംഗ് ആൻഡ് ഗിയർ ഷിഫ്റ്റിംഗ് സോ വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുണ്ട്. അങ്ങനെ സമയം കൃത്യം 2 മണി കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഊബർ നമ്മൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കറുകുറ്റി അങ്കമാലി ഒരു ഭാഗത്തൊക്കെ നല്ല സർജൻ കേട്ടോ. നമ്മളിപ്പോൾ ചാലക്കുടിയിലാണ്. വീട്ടിൽ നിന്നല്ല പോകുന്നത്, വീട്ടിൽ നിന്ന് പോകുന്നു, പക്ഷേങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുകാരൊക്കെ ആയിട്ട് കുറച്ച് പള്ളിയിലൊക്കെ ഒന്ന് പോകണ്ടായിരുന്നു. നമ്മുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു, പെരുന്നാളിൽ. അപ്പോൾ അവിടെ പോയി അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടുകാരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ കാറിലല്ല, വേറെ കാറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാനിവിടെ ഊബറാണാക്കി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്താണ് അപ്പോൾ നിൽക്കണേ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കണവർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്താം. നമ്മുടെ ഊബർ ഓടുന്ന കുറച്ച് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രിപ്പ് അടിച്ചു കിട്ടാം. 1000 നമ്മളെ കൊച്ചിക്കാണ് കേട്ടോ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 699 രൂപ 17 പൈസയാണ്. നമുക്കെന്തോ ഭാഗ്യമുണ്ട്, പെട്ടെന്ന് തന്നെ ട്രിപ്പ് അടിച്ചിട്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ രൂപ ഓടി ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ ഇന്നത്തെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകും. കസ്റ്റമർ ഇവിടെ നിൽക്കുന്നു. കസ്റ്റമർ എവിടെ? കസ്റ്റമർ 3 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ നിൽക്കണേ. 3 കിലോമീറ്റർ അപ്പുറത്തെന്ന് പറയുമ്പോൾ പോട്ടയിലാട്ടോ നിൽക്കണേ, പോട്ടയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ സമയം നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നായരമ്പലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് ആയിരുന്നു ഡ്രോപ്പ്. കാണിച്ചിരുന്നതിനേലും ഒരു 2 കിലോമീറ്ററോളം കൂടുതൽ ഓടിയെന്ന് മാത്രം. പക്ഷേ പ്രത്യേകിച്ച് പൈസയൊന്നും നമുക്ക് ഇതിനകത്ത് കൂടുതൽ വന്നില്ല കേട്ടോ. കാണിച്ചിരുന്ന എമൗണ്ടിനേലും കുറവാണ്. കാരണം 5% ടാക്സ് അതിനകത്ത് പിടിക്കട്ടെ. നമുക്ക് കിട്ടിക്കണ 665 രൂപ 87 പൈസയുണ്ടാ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് കിട്ടണവരെ ഇവിടെ മെയിൻ റോഡിൻ്റെ അവിടേക്ക് പതുക്കെ നീങ്ങിയിട്ട് എവിടെയെങ്കിലും സൈഡാക്കി കിടക്കാം. ഇത് പുൾ റോഡാണ്. അപ്പോൾ പതുക്കെ ഒന്ന് മെയിൻ റോഡിൻ്റെ അവിടെ കയറിക്കാം. പിന്നെ നമ്മൾ പോരുന്ന വഴിയിൽ തന്നെ കേരള സഫാരി റാപ്പിഡോയും കൂടി ഓൺലൈനാക്കിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല ഒന്നിലും. ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തണേലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേട്ടോ. ഇതിൽ പിന്നെ 665 രൂപ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് കിലോമീറ്റർ റേറ്റൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ചാലക്കുടിയിൽ നിന്നൊക്കെ ഇത്രയും റേറ്റൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിലോമീറ്റർ നമുക്ക് ഒരു 20 രൂപ ആ റേഞ്ച്, 23 രൂപ ആ റേഞ്ചൊക്കെ കിട്ടും. പക്ഷേ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഓടുമ്പോൾ ഒന്നും കിട്ടില്ല ചാലക്കുടിയിൽ നിന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇവിടെ എവിടെയെങ്കിലും പതുക്കെ സൈഡാകാം. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നേരത്തിൻ്റെ ദിവസം നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഷേണായിസിലേക്ക്. കസ്റ്റമർ ഇതെവിടെ നിൽക്കുന്നു, 200 സംതിങ് ആണ്. സമയം വന്നിട്ട് 5:45 ഏകദേശം. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം. അവിടെ കുറേ നേരം നമ്മളൊരു 1.5 മണിക്കൂറോളം നിന്നിട്ടാണ് കേട്ടോ ട്രിപ്പ് അടിച്ചത്. വേറെ ഒന്നിലും ട്രിപ്പ് അടിച്ചിട്ടില്ല. മറ്റേ കേരള സഫാരി റാപ്പിഡോയും ഓൺലൈനിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയപ്പോഴത്തേനും കസ്റ്റമർ വന്നിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അറിഞ്ഞില്ല ക്യാൻസലായത്. ഞാൻ കസ്റ്റമറെ കാണാണ്ടായപ്പോൾ കോൾ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കോൾ കണക്റ്റ് ആവാണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായി കസ്റ്റമർ ക്യാൻസൽ ചെയ്തു എന്ന്. അങ്ങനെ നമുക്ക് 15 രൂപ 4 പൈസ ക്യാൻസലേഷൻ ഫീ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഞാറക്കലേക്ക് ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു കസ്റ്റമർ നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞടിച്ചു വന്നു 15 രൂപ കിട്ടി. കുഴപ്പമില്ല. ഊബറിൻ്റെ കിലോമീറ്റർ ഫീ ആയിട്ട് 15 രൂപ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കിട്ടുന്നവരോട് വെയിറ്റ് ചെയ്യാം. റാപ്പിഡോയും കേരള സഫാരിയിലും ഒരു അടി പോലും വന്നിട്ടില്ല. ഇവിടെ മൊത്തത്തിൽ ശോകമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ മുന്നും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഓട്ടം കിട്ടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഞാറയ്ക്കൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കിടക്കണേ. വണ്ടി വെള്ളവരയുടെ ഉള്ളിലൊക്കെ തന്നെയാണ്. പക്ഷേ സീനാവോ, എന്ത് ചെയ്യണം? എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ട്രിപ്പ് അടിക്കുമെന്ന് നോക്കട്ടെ. 5:51 ആയിട്ടുണ്ട് കേട്ടോ. ഓപ്പർച്യൂണിറ്റീസിലൊന്നും കിടപ്പ് കാണാനില്ല. ഉണ്ടല്ലോ 186 രൂപ. പെരിയാർ നഗറിന്ന് സെൻറ്റ് മേരീസ് ആർക്കേഡ് കുട്ടമശ്ശേരി. എപ്പോഴാണ് 6 കിലോമീറ്റർ 186 രൂപ 7:45. നമ്മൾ ആ ഒരു ഏരിയത്തിലല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് ആ ഓട്ടം വേണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. റിസർവേഷൻ അല്ല. ഉറക്കം വരുന്നേ. കുറേ നേരം മൊബൈലിൽ തോണ്ടി കുത്തിയിരുന്നു അവിടെ ട്രിപ്പൊന്നും ഇല്ലാത്തവരനെ. എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാം. ട്രിപ്പ് അടിക്കട്ടെ. വന്നിട്ട് വേണ്ട 6:55 ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും ആ ഞാറയ്ക്കൽ തന്നെയാണ് കേട്ടോ. ഇരുട്ടായിട്ടില്ല, 6:55 ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇരുട്ടാവാറായിട്ടുണ്ട്. കടകൾ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കടകളിലൊക്കെ. ഇവിടെ തന്നെ ഇരിപ്പാണ്. ഒരു ട്രിപ്പ് പോലെ ഒന്നിലും അടിച്ചിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ കൺഫ്യൂഷനിലാണ്.
ഇവിടെ പിന്നെ ഇപ്പോൾ ടൗണിൽ പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കാലി അടിച്ച് പോകാണ്ടിരുന്നത്. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 250-300 രൂപയുടെ ട്രിപ്പൊക്കെ കിട്ടും. ആ ഒരു മൈൻഡിലാണ് എങ്ങോട്ടും പോവാണ്ട് ഇവിടെ തന്നെ കിടന്നിരുന്നത്. ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എത്ര എമൗണ്ട് കിട്ടില്ലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷേ നമുക്ക് നിലവിൽ ട്രിപ്പൊന്നും അടിച്ചില്ല. അത് കാരണം ഭയങ്കര ശോകമാണ് മൊത്തത്തിൽ. അങ്ങനെ വെച്ചാൽ നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതേ ആ സ്ഥലത്ത് തന്നെ കിടക്കണോട് തന്നെ ഉണ്ട്. ഇപ്പോഴും കിടക്കണത് മറ്റേ ഞാറക്കൽ. ഇപ്പം സമയം കണ്ട 6:56 ലാസ്റ്റ് ട്രിപ്പ് നമ്മൾക്ക് ആ ക്യാൻസൽ ചെയ്ത ട്രിപ്പ് ഉണ്ടല്ലോ 5:41 ആ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ട് ആ ട്രിപ്പ് വന്നിട്ടും. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്തത് വന്നിട്ട് 2:30 സംതിങ് ആയിരുന്നു. 2:37 കണ്ട 2:37 കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് നമുക്കൊരു ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ ആകെ ഓടിയിരിക്കുന്ന എമൗണ്ട് 15 രൂപ ക്യാൻസലേഷൻ ഫ്രീ അടക്കം 650 രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സമയത്ത് ഇവിടെ ഇരുട്ടായിട്ടില്ല കേട്ടോ. 7 മണി ആയെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് അങ്ങോട്ട് ഇരുട്ടായിട്ടില്ല കടകളിലൊക്കെ. പക്ഷേ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാം, ഇന്ന് നമുക്ക് നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് നിലവിൽ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല, ട്രിപ്പ് അടിക്കട്ടെ, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യുക. പോസ്റ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് നീങ്ങി നിൽക്കായിരുന്നു, വേണമെങ്കിൽ കുറച്ചൊക്കെ അങ്ങോട്ട് നീങ്ങി നിൽക്കായിരുന്നു, ചിലപ്പോൾ ട്രിപ്പ് കിട്ടുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ പഠിക്കും ഇപ്പം ട്രിപ്പ് കിട്ടും. ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ 400 രൂപയുടെ അല്ല അറ്റ്ലീസ്റ്റ് ഒരു 250-300 രൂപയുടെ ട്രിപ്പെങ്കിലായിരിക്കും കിട്ടുക. അപ്പം ആ ഒരു രീതിയിൽ ആ ഒരു മൈൻഡിലാണ് ഞാനിവിടെ കിടന്നിരുന്നത് ഇത്ര നേരം. ഇനിയിപ്പോൾ പിന്നെ അവിടെ മാത്രമല്ല, മറ്റേ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും. സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സമയത്ത് നല്ലൊരു ബ്ലോക്ക് ഉണ്ടാവും, ഒരു 8:30 വരെ. അപ്പം അത് കാരണം ഒന്ന് ചവിട്ടി പിടിക്കാം. ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുക എന്നുള്ള മൈൻഡിലാണ് ഇവിടെ കിടന്നത്. പക്ഷെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്തായാലും കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു 7:15 വരെ കിടന്നിട്ട് പറ്റുകയാണെങ്കിൽ ഇവിടെ നിന്ന് തെറിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കണേ. ഒന്നിലും ട്രിപ്പ് അടിച്ചിട്ടില്ല, എന്നാൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ട്രിപ്പ് അടിക്കും എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ അതൊന്നും അടിച്ചില്ല, അതാണ് പറ്റിയത്. അത് കിട്ടിയ ട്രിപ്പാണെങ്കിൽ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. നോക്കാം. നമ്മളവിടെ നിന്ന് കുറച്ചുകൂടി നീക്കി ഒരു 1 കിലോമീറ്ററോളം നീക്കിയിട്ടാ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ബാക്കിലൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിക്ക് എടുക്കാൻ തടസ്സമായിപ്പോൾ ഒന്ന് ഫ്രണ്ടിലേക്ക് നീക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തല്ലേ എന്ന് ചോദിച്ചിട്ട് വണ്ടി അവിടെ നിന്ന് പതുക്കെ നീക്കിയ സമയത്ത് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടു. ഞാൻ എവിടേക്കാന്ന് നോക്കിയില്ല, 200 സംതിങ്ങിൻ്റെ ഓട്ടമായിരുന്നു, 250 സംതിങ് ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സമയം 7:11 ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന്. ഇപ്പോൾ എന്ന സ്ഥലത്തിൻ്റെ പെരുമ്പിള്ളിയോ ഞാറക്കൽ തന്നെ കേട്ടോ, ഞാറക്കൽ പെരുമ്പിള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിൽക്കണേ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകട്ടോ. ഇത് ബാക്കിക്കാണോ ഫ്രണ്ടിലേക്കാണോ എന്നറിയില്ല. ഇത് നമ്മൾ പാലം കടന്ന് വന്നു, അപ്പോൾ ഫ്രണ്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും 2.2 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകട്ടോ. എന്നാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ വെച്ചമാരെ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. ബോൾഗാട്ടിക്ക് ആയിരുന്നേ. നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. കടവന്തരയ്ക്ക് 100 സംതിങ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം. 3.5 കിലോമീറ്റർ അപ്പുറത്താണ്, 9 മിനിറ്റ് 169 രൂപ അങ്ങനെ ഉണ്ടായിരുന്നു എമൗണ്ട് കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഈ അവിടെ ലെഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കടവന്തരയിൽ എത്തിയിട്ടുണ്ട്. 161 പൈസ ഉണ്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 8:18 വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. CNG വന്നിട്ട് 2 കട്ടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വൈറ്റില CNG പമ്പിലേക്ക് CNG അടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ഊബർ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട്. മറ്റേ യാത്രയും എന്താണ് റാപ്പിഡോയും ഓൺലൈനിൽ തന്നെ എടുക്കുന്നുണ്ട്, കേരള സവാരിയും. അപ്പോൾ എന്തായാലും നമുക്ക് CNG അടിച്ചിട്ട് ഇനി ഓണാക്കാം. അല്ലെങ്കിൽ സാധാരണ പെടാറുള്ള പോലെ ചിലപ്പോൾ പെട്ടാലോ എന്നുള്ള മെയിൻലി 2 കട്ടയല്ലേ. അപ്പോൾ CNG അടിച്ചിട്ട് ബാക്കി കാണാം. നമ്മൾ CNG പമ്പിൽ നിന്ന് CNG 591 രൂപയ്ക്ക് CNG അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടുണ്ട്. പെട്രോൾ വാണിങ് അടിച്ചിട്ടുണ്ട്, നാളെ അടിക്കാം. അപ്പോൾ പൈസ ഇല്ല. വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഊബർ ഓൺലൈനിലാക്കി തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൈറ്റിലയുടെ അവിടെ കയറിക്കുക. ഞാൻ എന്നും ഈ CNG പമ്പിൻ്റെ അവിടെ വന്നാലും എനിക്ക് ആ ഭാഗത്തൊന്നും എനിക്ക് ട്രിപ്പ് അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റില ഭാഗത്തേക്ക് കയറി കണ്ട. എന്തായാലും കുറച്ചും കൂടി നീങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലും സൈഡാക്കി ഇടാം. കുറേ നേരത്തിന് ശേഷം കേട്ടോ നമുക്കൊരു ട്രിപ്പ് അടിച്ചേ. സമയം 10:14 ആയിട്ടുണ്ട്. ഒരു സാമന്ത. അപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. സാമന്തേനെ പിക്ക് ചെയ്യാൻ പോവാ കേട്ടോ. സാമന്ത എങ്ങനെയാണാവോ, സിനിമ നടി മതിയായിരുന്നു കേട്ടോ സാമന്ത. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മൾ സാമന്ത ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. സാമന്ത ചേച്ചിയില്ല, സാമന്ത മേഡം. പുള്ളിക്കാരുത്തി ഏതോ ഭാഷക്കാരുത്തിയാണ്, ഇംഗ്ലീഷ് അല്ല അമേരിക്കക്കാരിയാന്ന് തോന്നുന്നുണ്ട്.
പുള്ളി വണ്ടി കയറി വഴി തന്നെ ഹായ് സൺ ഹൗ ആർ യു എന്ന് പറഞ്ഞു. ഐ എം ഫൈൻ എന്നൊക്കെ പറഞ്ഞ് വണ്ടി പതുക്കെ വണ്ടി നീക്കണ വഴി യോ മൈ ഗോഡ് ദിസ് ഈസ് മാനുവൽ കാർ, ദിസ് ഈസ് വെരി നൈസ്, യു ആർ ഡ്രൈവിങ് ആൻഡ് ഗിയർ ഷിഫ്റ്റിംഗ് സോ വെരി നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളുടെ മകനുണ്ട് കേട്ടോ ബാക്കിൽ. ചോദിച്ചു ദിസ് ഈസ് യുവർ സൺ. ഭാഗ്യ ചീത്ത കേട്ടില്ല. യെസ് എന്നൊക്കെ പറഞ്ഞു. ഓ മൈ ഗോഡ് യു ആർ സോ വെരി പ്രിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് തള്ളിയിട്ട്. അപ്പം ആള് കുറേ ഇങ്ങോട്ടൊക്കെ ഇംഗ്ലീഷിൽ എന്നിട്ടൊക്കെ പറഞ്ഞു. എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ ഞാൻ കുറച്ച് തള്ളിയിട്ടു. എന്നിട്ട് യു ആർ വെരി ഫണ്ണി നെക്സ്റ്റ് ടൈം കം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. വിളിക്കാതെ അറിയില്ല, എൻ്റെ ഇംഗ്ലീഷൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നിട്ട്. എന്നിട്ടൊക്കെയാണോ പറഞ്ഞത് ആർക്കറിയാം. എന്തായാലും നമുക്ക് ബോൾഗാട്ടി 2.5 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഈ പിക്കപ്പ്. ഒരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ട് വൈറ്റിലേക്ക് കേട്ടോ. നമ്മൾ വന്നവിടത്തേക്ക് വീണ്ടും ചെല്ലാൻ പോകണ്ട. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഗിരിയേട്ടനെയാണ് പിടിക്കാൻ പോണേ. ഗിരിയേട്ടൻ്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗിരിയേട്ടൻ എങ്ങനെയാണോ സീനരിയോ. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. മറ്റേ ഹയാത്തിൽ നിന്നാണേ. എന്തായാലും പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ ബോൾഗാട്ടിയുടെ ഹയാത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട. കസ്റ്റമർ വെയിറ്റിംഗ് ആയിരിക്കണം. വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗിരിയേട്ടനെ നമ്മൾ പുറത്തിറക്കിയിട്ടാ. നൈസായിരുന്നു കേട്ടോ ഗിരിയേട്ടൻ. ഭയങ്കര സെറ്റപ്പായിരുന്നു. പുള്ളി അതിരിപ്പള്ളിയിലൊക്കെ എപ്പോഴും വരാറുണ്ട്. പിന്നെ ഇരുമ്പോൾ കാണാം. പുള്ളി നമ്പർ സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. ഡോക്ടറാണ് പുള്ളി. ഭയങ്കര കമ്പനിയായിരുന്നു. നൈസായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പണ്ടത്തെ ആനയുടെയും ആന ചവിട്ടാൻ വന്നതും കുത്താൻ വന്നതും പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നൈസായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയൊരു ട്രിപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. 95 രൂപയെ 95 രൂപേൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ സമയം 10:54 ആയിട്ടുണ്ട്. നല്ലൊരു എയർപോർട്ട് എങ്ങാനും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാമായിരുന്നു. പക്ഷെ തരൂല. എന്തായാലും നമുക്ക് ഈ ട്രിപ്പും ഇതേത് സേട്ടനെന്ന് അറിയില്ല. എന്തായാലും കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. വെച്ചാൽ വരെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് 95 രൂപ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടില്ല. കസ്റ്റമർ നല്ലൊരു അടിപൊളി കസ്റ്റമറായിരുന്നു. പക്ഷേ കസ്റ്റമറിൻ്റെ കാര്യം നടന്നില്ല. കസ്റ്റമർ ഇപ്പം തന്നെ വീണ്ടും ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഞാനാന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. എന്താ സംഭവം എന്ന് അറിയുമോ? ഇപ്പോൾ ഒരു ബുക്ക് ചെയ്ത് ഒരു ചേട്ടനായിരുന്നു. പക്ഷേ ചേട്ടനല്ല. മനസ്സിലായില്ലേ? ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ വണ്ടി കയറി. പക്ഷേ ഫോൺ ഹാങ് ആയിരുന്നിട്ടാ. നമ്മുടെ പിൻ നമ്പർ അടിക്കുന്ന സമയത്ത് ഫോൺ ഹാങ് ആയിട്ട് ആകെ സീനായി. ഞാൻ ചോദിച്ചു വഴി അറിയില്ലേ എന്ന് വെച്ചു. വഴി അറിയാം, ഇതിലേ വിട്ടാൽ മതി കാരണം പിൻ നമ്പർ അടിക്കണമല്ല. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി പിൻ നമ്പറൊക്കെ അടിച്ചപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോരുന്ന വഴിയിൽ ഇങ്ങനെ മാപ്പൊക്കെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങോട്ട് സംസാരിക്കാൻ വിടുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വിട്ട് കഴിഞ്ഞ പരിപാടി പിന്നെ പുള്ളിക്കാരൻ നൈസായിട്ട് നമ്മളെ ഒഴിവാക്കിക്കോളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു. ഞാൻ പുള്ളിക്കാരനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കുറേ സംസാരിച്ചു. പുള്ളിക്കാരനെ ഇങ്ങോട്ട് സംസാരിക്കാൻ സമ്മതിക്കണില്ല. ഞാൻ അങ്ങോട്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര ക്യൂട്ടാണ്ടോ, നിന്നെ കാണാൻ നല്ല ഭയങ്കര ഭംഗിയാണ്, അങ്ങനെ കുറേ സംഭവം. ഞാൻ ചോദിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം താടി പിടിച്ചേ. വൈഫ് കുറേ ദിവസം ഇങ്ങനെ താടി പിടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞതാണോ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു 4-5 ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ള പോലെ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നൈസ്. പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളീനെ അധികം സംസാരിപ്പിക്കാണ്ട് അങ്ങനെ ഒതുക്കത്തിനും തതുക്കത്തിനും നിന്ന് പുള്ളീനെ ഇറക്കി വിട്ടു. പുള്ളി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും പുള്ളിക്കാരൻ്റെ ട്രിപ്പ്. ഞാൻ നോക്കി ഇത് ഇങ്ങേറില്ലേ, പുള്ളിക്കാരൻ്റെ ഉദ്ദേശം വേറെയാണ്. ആള് ഉദ്ദേശിച്ചേ വണ്ടിയിൽ എന്തെങ്കിലും ആട്ടെ. എന്തായാലും നമ്മളാ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് നീങ്ങിട്ടാ 1 കിലോമീറ്റർ പോയി. ഇനി പുള്ളിക്കാരൻ അങ്ങനെ വന്നാലും നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നുണ്ട് കമ്പനി വരെ വന്നാൽ. അപ്പം അത് കാരണം നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങി നിന്നിട്ടാ. നമ്മളിന്ന് മൊത്തം ഊബറിൽ എത്ര ഓടി? നമ്മൾ മൊത്തം 1339 രൂപ 64 പൈസക്ക് ഓടിയിട്ട് ഊബർ. എന്തായാലും കാണിച്ചു തരാം. 1339 രൂപയ്ക്ക് മൊത്തം ഓടി 11:30 ആയിട്ടുള്ളൊരു സമയം.
എന്തായാലും നമുക്ക് പതുക്കെ വല്ല പെട്രോൾ പമ്പിൻ്റെ അങ്ങനെ സൈഡാക്കി പതുക്കെ കിടക്കാനുള്ള പരിപാടി നോക്കാം. 11:30 ആയിട്ടുണ്ട് സമയം. അപ്പം എന്തായാലും നമുക്ക് വല്ല പെട്രോൾ പമ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കിടക്കാട്ടാ. അല്ലെങ്കിൽ പിന്നെ ഉറക്കം റെഡി ആവില്ല. ട്രിപ്പ് അടിക്കുമ്പോൾ എഴുന്നേറ്റ് പോവാം. ഓക്കെ. അപ്പോൾ അച്ഛന്മാരിപ്പോൾ സമയം വന്നിട്ട് 12:22 ആയിട്ടുണ്ട്. വേറെ ഒറ്റ ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. നമ്മൾ നാഗ് ഓടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1339 64 പൈസയ്ക്കണ്ട. 1339 എന്ന് പറയുന്നത് ഒരു 1350 കൂട്ടിക്കോ. ഒരു 150 രൂപ നമ്മുടെ ചിലവ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 1200. പിന്നെ അതിനകത്ത് നമ്മളൊരു 600 രൂപയോളം CNG അടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിക്ക് അങ്ങോട്ട് ചിലവാക്കണം. അത്രേ ഉള്ളൂ. ഇത്ര നേരം കിടന്ന് ഓടിയിട്ട്. ഇപ്പം എന്തായാലും ഞാനിവിടെ വണ്ടി സൈഡാക്കാണ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൈഡാക്കി കിടന്നുറങ്ങാണ്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഓടാം. അതാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാവർക്കും ബൈ.